ഭായ് കാം ഹോം വരുന്നോ? ചേട്ടാ മലയാളത്തിൽ പറഞ്ഞാൽ മതി, മലയാളം അറിയാം. ചേട്ടാ ഇന്നലെ രാത്രി ഞാൻ കുത്തിയിരുന്ന് ഹിന്ദി പഠിച്ചൊക്കെ വെറുതെ ആയല്ലോ. ഏതായാലും നീ വാ, കുറെ പണിയുണ്ട്. നിന്റെ പേരെന്തായിരുന്നു? രാംകുമാർ ദന്തോപാധ്യായ. രാംകുമാർ? ചേട്ടാ രാംകുമാർ ദന്തോപാധ്യായ. രാംകുമാർ എന്ത് കുന്തെങ്കിലും ആയിക്കോട്ടെ. നീ വണ്ടി കയറി, കുറെ പണിയുണ്ട്. വാ, സൂക്ഷിച്ച് കയറണം. ശരി. ഈ പറമ്പൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം. പിന്നെ ആ കരിയിലുണ്ടല്ലോ, ആ കരിയിലെല്ലാം ഒരു മൂലക്കോട്ട് കൂട്ടിയിട്ട് കത്തിക്കണം. ചേട്ടാ പിന്നെ കുറച്ച് തെങ്ങിൻ തൈ ഉണ്ട്, അതൊക്കെ ഒന്ന് നടണം. ചേട്ടാ ഓക്കെ അല്ലേ? ചേട്ടാ പറഞ്ഞ പണിയെല്ലാം ചെയ്യാം. 1000 രൂപ കൂലി തരണം. 1000 രൂപയോ? നീ അതിന് പണി ഗുരുകാരികം പിന്നെ ആലോചിക്കാം. അതല്ല ചേട്ടാ, എല്ലുമുറിയെ പണിയെടുത്തിട്ട് ഒരുപാട് പേര് കൂലി തരാതെ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1000 രൂപ ഓക്കെ ആണെങ്കിൽ ചേട്ടൻ പറയുന്ന എല്ലാ പണിയും ചെയ്തോളാം. ഏതായാലും പണി ചെയ്യണേ, നമുക്ക് ആലോചിക്കാം. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? മനസ്സിലായി. വെട്ടിപ്പായിട്ട് അങ്ങ് ചെയ്യുക. സത്യത്തിൽ എനിക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉള്ളൂ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. സാറിന് എന്താ പണി? എനിക്കിവിടെ മൊത്തത്തിൽ വീടും കാര്യങ്ങളും മൊത്തത്തിൽ സെറ്റപ്പ് ഒക്കെ ഒന്ന് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സാധനങ്ങളൊക്കെ മമ്മട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. വെട്ടിപ്പായിട്ട് അങ്ങ് ചെയ്യാം. ശരി ചേട്ടാ. ശരി ചേട്ടാ, അതൊക്കെ കൂലിയൊക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. വീഴുന്നില്ല. പണിയെടുക്കാൻ പറ്റിക്കോന്ന് എൻ്റെ വീട്. പെട്ടെന്ന് പണിയെടുക്കടാ. എൻ്റെ പേരെന്തുവായിരുന്നു? രാംകുമാർ. ദന്തോം എന്തേ മുന്തായിക്കോട്ടെ, പണിയെടുക്കടാ. ഒറ്റ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്ത് കുന്തമാണോ ചെയ്യുന്നത്? ചേട്ടാ ചേട്ടാ പണി കഴിഞ്ഞായിരുന്നു. 6 മണി? അതല്ല, ചേട്ടൻ പറഞ്ഞ പണിയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. അപ്പൊ എന്നെ കൂലി തന്നായിരുന്നു, എനിക്ക് പോവായിരുന്നു. പണിയെല്ലാം ചെയ്തോ? ചെയ്തു ചേട്ടാ. നോക്കും ചേട്ടാ, ഇത് 500 രൂപ കൂടുതലുണ്ട്. ശരി ചേട്ടാ. പോയേ നിക്കടാ. ഞാൻ ഫിറ്റാണെന്ന് വെച്ച് നീ എന്നെ പറ്റിച്ചിട്ട് പോകുന്ന. എന്താ ചേട്ടാ? എടാ, ഞാൻ നിന്റെ എത്ര രൂപ ചേട്ടാ? 500-ന്റെ 3 നോട്ടാ തന്നത്. അതിലൊരെണ്ണം ഞാൻ ചേട്ടന് തിരിച്ചു തന്നു. 3 നോട്ടല്ലല്ലോ, ഞാൻ 5 നോട്ടാ അങ്ങോട്ട് തന്നത്. അല്ല ചേട്ടാ, 3 നോട്ടാ ചേട്ടൻ തന്നത്. അഭ്യാസം ഇറക്കണം ചേട്ടാ, ഞാൻ സത്യമാ പറഞ്ഞത്. നീ കളിക്കാതെ കറക്റ്റ് കാര്യം പറ. ചേട്ടാ ഇത് നോക്ക്. ചേട്ടൻ തന്ന 500-ന്റെ 2 നോട്ട്, ഈ 100 നോട്ട് എന്റെ ഉണ്ടായിരുന്നു. എന്റെ 2000 രൂപ വരുന്നു. ഇപ്പൊ ഒറ്റ പൈസ എന്റെ പോക്കറ്റില്ല. നീ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും. ഇവിടെ നോക്കണ. എടുക്കടാ. ഇല്ല ചേട്ടാ, വേറെ എങ്ങും ഇല്ല. എടുക്കടാ. ഇല്ല ചേട്ടാ, വേറെ എങ്ങും ഇല്ല ചേട്ടാ. എടുക്കടാ. ചേട്ടാ, ഇത് മോശമാണ് കാണിക്കുന്നത്. എടുക്കടാ. കാശ് കാണിച്ചില്ല, എന്റെ വേറെ കാശില്ല. ഇപ്പൊ എടുത്തോ? ചേട്ടാ, ഞാൻ എടുത്തിട്ടില്ല ചേട്ടാ കാശ്. ഇപ്പൊ എടുക്കുന്ന എന്നെ കൊണ്ട് എന്റെ അഭ്യാസം ഇറക്കല്ലേ നീ? ചേട്ടാ, ഞാൻ സത്യം. മേഡം, ഇതാണ് ഈ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഓഫീസ്? അതെ സാർ, ഇരിക്കൂ. സാർ ജോലിക്ക് വേണ്ടിയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 2500 രൂപയാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സർവീസ് ചാർജ് ഉണ്ട്. മേഡം, എന്റെ കയ്യിൽ ഇപ്പൊ 5 പൈസ ഇല്ല. നിങ്ങൾ എനിക്ക് ജോലി വാങ്ങി തരുവാണെങ്കിൽ എന്റെ ശമ്പളത്തിന്റെ പിടിച്ചു. എനിക്കത് തീരുമാനിക്കാൻ പറ്റില്ല, ഞാൻ സാറിനെ വിളിക്കാം. ഇരിക്കും. സാറിന് എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് നിങ്ങളെ നല്ല ഓർമ്മയുണ്ട്.
ഒരുപക്ഷെ എൻ്റെ പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഓർമ്മ വരുമായിരിക്കും. എൻ്റെ പേര് രാംകുമാർ ദന്തോപാധ്യായ. കള്ളു കുടിച്ച് ബോധമില്ലാതെ അന്ന് നിങ്ങൾ എന്നെ ഒരുപാട് തല്ലി. ഞാൻ പണി ചെയ്ത കൂലി പോലും നിങ്ങൾ തിരിച്ചു മേടിച്ചു. ഇപ്പോ സാറിനെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് നന്ദിയുള്ളൂ. കാരണം ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഒരുപാട് മാറി. ചെയ്യുന്ന ജോലിക്ക് കൂലി ചോദിച്ചു മേടിക്കാൻ തുടങ്ങി. എന്നെ അടിച്ചവരെ തിരിച്ചങ്ങോട്ടും അടിച്ചു. അല്ലാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. പഠിച്ച് ഡിഗ്രി എടുത്തു. നാട്ടിൽ നിന്ന് ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കുറെ സ്ഥലമൊക്കെ മേടിച്ചു. ഇത് എൻ്റെ ഓഫീസാണ്. പറയൂ, സാർ എന്താണ് വേണ്ടത്? സാറേ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മദ്യപിച്ച് ലക്കിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. സ്വന്തം വീട് വരെ പറ്റി ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പൊ കടത്തിനല്ല കിടപ്പ്. എൻ്റെ ഭാര്യ, മക്കളെ എല്ലാം പോയി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഞാൻ ബുദ്ധിമുട്ട്. സാർ എങ്ങനെയെങ്കിലും ഈ ജോലി എനിക്ക് റെഡിയാക്കി തരണം പ്ലീസ്. സാറേ, നിങ്ങൾ മലയാളികളുടെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം ഇവിടെ തന്നെയുണ്ട്. ജോലിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന എന്നെ പോലുള്ളവർ. ഞാൻ ഇന്ന് ഏക്കർ കണക്കിന് സ്ഥലം പാട്ടത്തിനെടുത്ത് ഈ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. സാർ അധ്വാനിക്കാൻ മനസ്സുണ്ടോ? ഞാൻ തരാം, ജോലി തരാം, ഭക്ഷണവും താമസവും തരാം. പിന്നെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ സർവീസ് ചാർജ് അത് ഞാൻ നിങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും. ഇതിനെല്ലാം എനിക്ക് സമ്മതമാണ് സാറേ. എനിക്കൊരു ജോലി കിട്ടിയാൽ. അപ്പോൾ നാളെ തന്നെ ജോലിക്ക് കയറിക്കും. ഓക്കെ, ഇതാ എൻ്റെ കാർഡ്. രാവിലെ എന്നെ വിളിക്കണം. എൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് വന്നാൽ മതി, ഞാൻ ഇവിടെ കാണും. ഓക്കെ. ഇത് എൻ്റെ വാഴത്തോട്ടമാണ്. ഏകദേശം 1000-ഓളം വാഴകളുണ്ട്. ഇതുപോലത്തെ 3-4 തോട്ടങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കി നടത്തണം. അത്രേ ഉള്ളൂ പണി. വലിയ പണിയൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഡ്യൂട്ടി സമയത്തൊന്നല്ല, ഇനി ഞാൻ മദ്യപിക്കത്തേയില്ല സാർ. അവിടെ ഒരാളുണ്ട്. പുള്ളി ഇതുപോലെ തന്നെ ജോലി തിരക്കി വന്നതാ. അപ്പൊ പേടിക്കണ്ട, ആള് മലയാളിയാ. ഓക്കെ, അപ്പൊ അയാളെ നോക്കി കണ്ടാൽ മതി. പുള്ളി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ ആയിക്കോട്ടെ. അപ്പൊ ശരി, പുള്ളിയുടെ കൂടെ കൂടിക്കോ. ഹലോ ചേട്ടാ, ഇന്നുപോലെ ഞാനും ഉണ്ട് പണിക്ക്. ആ സുശീലോ, നീയോ? എന്താ ഇവിടെ? എടാ സാബ്, നീ എന്താ ഇവിടെ? നീ കാനഡയിലും കണ്ടല്ലായിരുന്നു? എടാ കാനഡയൊക്കെ പറയുന്നവർക്കൊന്നുമല്ല, അലമ്പ് നാടടേ. ഓ, എനിക്ക് അങ്ങോട്ട് അവിടെ പിടിച്ചില്ല. എന്ത് പറ്റി? എടാ റോഡിലോട്ടൊന്ന് ഇറങ്ങി കഴിഞ്ഞാൽ മനസ്സാകാനായിട്ട് മൂത്രം ഒഴിക്കാൻ ഒക്കത്തില്ല, വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കാനൊക്കത്തില്ല. അതില്ല. ഇവിടുത്തെ യാതൊരു സ്വാതന്ത്ര്യം ഇല്ല അവിടെ. ഇവിടെ നോക്ക്, വേണ്ട പച്ചപ്പ് ഹരിതാവ. ഇവിടുത്തെ അതൊന്നും അവിടെ കിട്ടത്തില്ലടാ. അല്ലാതെ നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ല. ഈ പറയുന്ന കണക്കൊന്നും അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഭയങ്കര കഷ്ടപ്പാടാ. ഞാൻ തെണ്ടി കുത്തോടെ എടുത്ത് സത്യം പറഞ്ഞ ഇവിടെ എത്തിയത്. പിന്നെ ഈ ബംഗാളി സാറുള്ളതുകൊണ്ട് ഒരു ജോലി ഇവിടെ കിട്ടി. കൃഷിപ്പണിയൊക്കെ ചെയ്ത് ഇപ്പം അത്യാവശ്യം എൻ്റെ കുടുംബം നോക്കി ഞാൻ ഇങ്ങനെ പോകുന്നു. പിന്നെ നീ എങ്ങനെയാടാ ഈ പരുവത്തിലെത്തിയേ? പഴയ വിശേഷങ്ങളൊക്കെ പറയാൻ ഒരുപാടുണ്ട്. അറിയാ, വിശേഷങ്ങളൊന്നും ഇപ്പൊ പറയണ്ട. എന്താ? ഇതുകൊണ്ട് ആയിരിക്കുന്ന കണ്ടോ, അതുപോലത്തെ ഒരു 5-6 ക്യാമറ ഇവിടെ എല്ലാം കാണും. ബംഗാളി സാറ് പ്രത്യേകം വെച്ചിരിക്കുന്നത് അയാൾ പണിയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാ. അതുകൊണ്ട് പുള്ളിയുടെ അടുത്ത് ഒരു പണിയും നടക്കത്തില്ല. നമ്മുടെ കള്ളപ്പണികളൊന്നും നടക്കത്തില്ല. ആണല്ലേ? തൽക്കാലം നീ ഇതങ്ങോട്ട് പിടി, എന്റെ കൂടെ വാ, നമുക്ക് പണി വാങ്ങാം.